ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈ മിഷൻ ഒളിമ്പ്യാഡ്. ഒളിമ്പ്യാഡ് എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ഹയർ ലെവൽ എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടി സഹായിക്കുന്ന ഒരു സീരീസാണ് മിഷൻ ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. അതിൽ ബയോളജി പാർട്ട് 9ാം ക്ലാസ്സിന് വേണ്ടിയുള്ള ഒളിമ്പ്യാഡ് എക്സാമുകളിൽ ബയോളജി പാർട്ടാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് അറിയാത്ത പോയിന്റുകൾ പറയുന്നുണ്ടെങ്കിൽ അതായത് നോട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ചോദ്യം എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ എ പ്രോകാരിയോട്ട് സെൽ? There are some structures given here: plasma membrane, nuclear envelope, ribosome, mesosome, which is not present in a prokaryotic cell. First of all, we should look into prokaryotes and eukaryotes, right? എന്താണ് പ്രോകാരിയോട്ട്, അതുപോലെ തന്നെ യൂകാരിയോട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കണം. എന്താണ് പ്രോകാരിയോട്ട്, എന്താണ് യൂകാരിയോട്ട്? നമുക്കറിയാം പ്രോകാരിയോട്ട് ആ പേരിൽ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട് അല്ലേ. പ്രോകാരിയോട്ട് എന്താണ്? പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ പ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോ എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് പ്രിമിറ്റീവ് എന്നാണ്. പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ നോട്ട് ഓർഗനൈസ്ഡ്, അല്ലെങ്കിൽ അത്ര വികാസം പ്രാപിക്കാത്തതെന്നൊക്കെ നമ്മൾ പറയും അല്ലേ. പ്രിമിറ്റീവ്. കാരിയോട്ട് എന്നുള്ളത് ന്യൂക്ലിയസ് അല്ലേ. പ്രിമിറ്റീവ് ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസോ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനോ ന്യൂക്ലിയർ എൻവലപ്പോ ഒന്നും ഇല്ലാത്ത തരം സെല്ലുകൾക്കാണ് നമ്മൾ എന്ത് പറയുക, പ്രോകാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറയുക. എന്നാൽ ഇത് പ്രോകാരിയോട്ട് അല്ലേ. രണ്ടാമത്തെ ടൈപ്പ് സെല്ല് ഏതാ? യൂകാരിയോട്ട് അല്ലേ. കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ യൂകാരിയോട്ട്. എന്താണ് യു എന്ന് പറഞ്ഞാൽ? യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ട്രൂ അല്ലേ. ട്രൂ. കാരിയോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, ട്രൂ ന്യൂക്ലിയസ്. കൃത്യമായിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഉള്ള സെല്ലുകളാണ് യൂകാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ആൻസർ ഉണ്ട് അല്ലേ. പ്രോകാരിയോട്ട് അതിൻ്റെ പ്രത്യേകത എന്താണ്? നോ ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് ഇല്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ അവിടെ തന്നെ ഉണ്ട് അല്ലേ. ന്യൂക്ലിയർ എൻവലപ്പ് അതാണ് ആബ്സെന്റ് ഇൻ പ്രോകാരിയോട്സ്. നമ്മൾ നോക്കുക പ്ലാസ്മ മെംബ്രെയിൻ. എന്താ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ? സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത് അല്ല ആബ്സെന്റ്. റൈബോസോം ഉണ്ടോ? റൈബോസോം നമുക്ക് പ്രോകാരിയോട്സിൽ കാണാൻ പറ്റുന്ന പിന്നെ ഒരു സെൽ ഓർഗനാണ്. മിസോസോമും നമുക്ക് പ്രോകാരിയോട്ടിൽ കാണാൻ പറ്റും. സോ ന്യൂക്ലിയർ എൻവലപ്പ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇത് CBMC PMTയിൽ 2011 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ് ഈസ്. ഇത് നമുക്ക് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് എന്തോ തീരെ തിരിയാത്തൊരു ചോദ്യമായിട്ട് തോന്നാം അല്ലേ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മുടെ സെല്ലിൽ ചിലതിനെ വെസിക്കിൾസിൽ പിന്നെ എന്ത് ചെയ്യും, അതിനെ കവർ ചെയ്യും അല്ലെങ്കിൽ പാക്കേജിങ് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആരാണത് ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോൾജി കോംപ്ലക്സ് അല്ലേ. ഗോൾജി കോംപ്ലക്സ് എന്ത് ചെയ്യും, പിന്നെ പല മോളിക്യൂൾസിനെയും അല്ലെങ്കിൽ പലതിനെയും പിന്നെ ഈ വെസിക്കിൾസിൽ കവർ ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കവറിങ് റിയാക്ഷനാണ് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് +2 കഴിഞ്ഞിട്ടൊക്കെ എഴുതുന്ന എൻട്രൻസ് എക്സാമിലുള്ളതാണ്. എങ്കിലും നമുക്ക് ആ സംഭവം എന്താണെന്ന് മനസ്സിലായാൽ കുറച്ചൊരു ഉപകാരം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആ ഒരു ഗ്ലൈക്കോസിലേഷൻ റിയാക്ഷൻ എന്നാണ് ഈ ഒരു റിയാക്ഷന് പറയാം. ഈ ഒരു ഗ്ലൈക്കോസിലേഷൻ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഗ്ലൈക്കോ പ്രോട്ടീൻ അല്ലെ. പ്രോട്ടീനെ നമുക്കറിയാം. ആ പ്രോട്ടീൻസിനെ ഗ്ലൈക്കോസിലേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഗ്ലൈക്കോസിലേഷൻ റിയാക്ഷൻ വഴി ഗ്ലൈക്കോ പ്രോട്ടീൻ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു പാക്കേജിങ് ആണ്. ഇവിടെ ലിപ്പിഡ്സ് നമുക്കറിയാം. ആ ലിപ്പിഡ്സിനെ ഗ്ലൈക്കോസിലേഷൻ റിയാക്ഷൻ വഴി ഗ്ലൈക്കോസിലേറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അത് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഗ്ലൈക്കോ ലിപ്പിഡ്സ് ആയി. അങ്ങനെ ആ ഒരു പണി, ആ ഒരു പാക്കേജിങ് എന്ന് പറഞ്ഞ പണി ആരുടെ പണിയാണ്? നമുക്കറിയാം. It is occur in Golgi apparatus. ഗോൾജി കോംപ്ലക്സിലാണ് എന്ത് പറയുന്നത്, ഈ ഒരു ഗ്ലൈക്കോസിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പാക്കേജിങ് ആൻഡ് ഡെലിവറി എന്ന് പറഞ്ഞ പണി അല്ലേ. ആ ഒരു പണി നടത്തുന്നത് ആരാണ്? ഗോൾജി അപ്പാരറ്റസ് ആണ്. അപ്പോൾ സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ പൊതുവെ പഠിക്കുന്ന കാര്യം തന്നെയാണ് പാക്കേജിങ് ആൻഡ് ഡെലിവറി എന്നുള്ളത്. അത് ഈ ഗ്ലൈക്കോസിലേഷൻ റിയാക്ഷൻ വഴിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ ഇൻ കേസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.